മിക്ക ആൾക്കാർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് വാട്സപ്പ് സ്പാം ഡിക്റ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്പാം ആയിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ സ്പാം ഡിക്റ്റേറ്റഡ് എന്ന് കാണിക്കും, ഓപ്പണായി വരുന്നില്ല. അപ്പോൾ അതിന് ചെറിയ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇത് ഒരു 80-85% സക്സസ് ആണ്. 15% നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം കസ്റ്റമർ കെയർ, വാട്സപ്പിൻ്റെ കസ്റ്റമർ കെയർ ആയിട്ട് സംസാരിക്കുക വേണ്ടത്. അപ്പോൾ ഇവരിത് ബ്ലോക്ക് ചെയ്യാൻ കാരണം നമ്മളെ വാട്സപ്പിൽ ഒരു ബ്രോഡ്കാസ്റ്റ്, അതേപോലെ വേറെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടാണ്. അപ്പോൾ അവർ തന്നെ ചിലപ്പോൾ റിപ്പോർട്ട് അടിച്ചിട്ടായിരിക്കും ഇത് ബ്ലോക്കാണ്. അതേപോലെ GB വാട്സപ്പ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള പല വാട്സപ്പിനെതിരായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ ഇപ്പോൾ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇത് ഒറ്റ ചാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ചാൻസ് നമുക്ക് തരുള്ളൂ. വീണ്ടും ആവർത്തിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ നമ്പർ തന്നെ വാട്സപ്പിൽ ഓപ്പൺ ആവില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് കസ്റ്റമർ കെയറായിട്ട് സപ്പോർട്ടിങ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സംസാരിച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാം നോക്കാം. അപ്പോൾ വാട്സപ്പിൻ്റെ കസ്റ്റമർ കെയർ ആയിട്ട് എങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം, എങ്ങനെയാണ് അവരായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർക്കാനുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മളെ ബ്രോഡ്കാസ്റ്റ് ചാനലിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. മതി, ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ബ്രേവ് പ്രൈവറ്റ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിലാണ് കുറച്ച് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും സേഫ്റ്റി. ചില ഭാഗങ്ങളിൽ സെൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള ഭാഗങ്ങളൊന്നും വർക്ക് ചെയ്യാത്ത ബ്രൗസറുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടില്ല, ഗൂഗിൾ ക്രോമിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് സെർച്ച് ബാറിലായിട്ട് ഇത് കോൺടാക്ട് സപ്പോർട്ട്, അതായത് കോൺടാക്ട് വാട്സപ്പ് എന്ന് അടിച്ചാലും കൊടുത്താൽ മതി. ഇങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വാട്സപ്പിൻ്റെ കോൺടാക്ട് സപ്പോർട്ടായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും. അവിടെ നിങ്ങൾ ഫസ്റ്റത്തെ തന്നെ വാട്സപ്പ് സപ്പോർട്ട് എന്നുള്ള ഭാഗത്തുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. വാട്സപ്പ് സപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാണ്ട് നിങ്ങളുടെ നമ്പർ, ഏത് നമ്പറാണോ ബ്ലോക്ക് ആയിട്ടുള്ളത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇമെയിൽ അഡ്രസ്സ് താഴെ കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് 2 പ്രാവശ്യം കൺഫർമേഷൻ കൊടുക്കണം. 2 പ്രാവശ്യം സെയിം ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഭാഗത്തൊരു കോളം കാണാൻ പറ്റും. ഫോൺ ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ സെലക്ട് ചെയ്യണം. അത് കൊടുത്തതിന് ശേഷം താഴത്തെ കുളത്തിലേക്ക് നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളത് അത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൽ നിങ്ങൾ ഓൾറെഡി ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ കോപ്പി ചെയ്യുക. നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കുറച്ച് വായിച്ച് നോക്കിയിട്ട് നിങ്ങളെ കുറച്ച് ചേഞ്ച് ചെയ്യാനുള്ള വെച്ചാൽ ഒന്ന് മൊബൈൽ നമ്പർ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കും. പിന്നെ മോഡൽ നമ്പർ, ഫോണിൻ്റെ മോഡൽ നമ്പറും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റ് നോക്കിയതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കത് വേറൊരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ടാവും. ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്പാം ആണല്ലേ, സ്പാം ആയതുകൊണ്ട് നമുക്ക് അവിടെ കറക്റ്റ് കൊടുക്കേണ്ടത് ഇവിടെ നെക്സ്റ്റ് ഈ സെൻഡ് ക്വസ്റ്റ്യൻ വരുന്നില്ല എന്നെല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് 2ാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എബൌട്ട് റിപ്പോർട്ടിംഗ് ആൻഡ് ബ്ലോക്കിംഗ് സംവൺ ഓൺ വാട്സപ്പ് എന്നുള്ള ഭാഗമുണ്ട്. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ സൈറ്റിലേക്ക് പോകും. നേരെ താഴോട്ട് പോവാം. ഇങ്ങനെ താഴോട്ട് പോകുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സെൻഡ് ക്വസ്റ്റ്യൻ എന്നുള്ള അവരുടെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അവരോട് പറയാനുള്ള നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളത് സെയിം പ്രോംപ്റ്റ് തന്നെ ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു വർക്കും കൂടി ഉണ്ട്. അതെന്താ ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. സാധാ കൊടുക്കണ പോലെ സബ്മിറ്റ് എടുക്കുക. അവിടെ താങ്ക് യു എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഇത് 24 മണിക്കൂറിനുള്ളിൽ അവിടെ റീപ്ലൈ കിട്ടും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, എന്നാലും നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ വാട്സപ്പിൻ്റെ അടുത്ത് പോവുക. വാട്സപ്പ് പ്രസ് ചെയ്ത് പിടിക്കുക. അതായത് നമ്മൾ വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഒരു ഓപ്ഷൻ വരും. അവിടെ ചെറിയൊരു ഡോട്ട് കാണാം സൈഡിലായിട്ട്. ആ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് പോവുക. ഇവിടെ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിയർ ക്യാച്ച് എന്നുള്ള താഴെ ഭാഗത്ത്, ഏറ്റവും താഴെ ഭാഗത്ത് ക്ലിയർ ക്യാച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇത്ര മാത്രം ചെയ്യുക. ഇന്നലെ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് 2ാമത് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും. അല്ലാന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ